ഹോശേയ അധ്യായം 14. ഇസ്രായേൽ നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് മടങ്ങിച്ചെല്ലുക. നിന്റെ അകൃത്യം നിമിത്തമല്ലോ നീ വീണിരിക്കുന്നത്. നിങ്ങൾ അനുതാപവാക്യങ്ങളോടുകൂടെ യഹോവയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവനോട് സകല അകൃത്യത്തെയും ക്ഷമിച്ച് ഞങ്ങളെ കുതിരയോടെ കൈക്കൊള്ളണമേ. എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ അതരാർപ്പണമായ കാളകളെ അർപ്പിക്കും. അശ്വർ ഞങ്ങളെ രക്ഷിക്കുകയില്ല. ഞങ്ങൾ കുതിരപ്പുറത്ത് കയറി ഓടുകയോ ഇനി ഞങ്ങളുടെ കൈവേലയോട് ഞങ്ങളുടെ ദൈവമേ എന്ന് പറയുകയോ ചെയ്യുകയില്ല. അനാഥന് പരിസന്ധീകരണം ലഭിക്കുന്നുവല്ലോ എന്ന് പറയും. ഞാൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും. എൻ്റെ കോപം അവനെ വിട്ടുമാറിയിരിക്കാൻ ഞാൻ അവരെ ഔദാര്യമായി സ്നേഹിക്കും. ഞാൻ ഇസ്രായേലിൻ്റെ മഞ്ഞ് പോലെ ഇരിക്കും. അവൻ താമര പോലെ പൂത്ത് ലബാനൻ വൻ പോലെ വേരുന്നു. അവൻ്റെ കൊമ്പുകൾ പടരും. അവൻ്റെ ഭംഗി ഒലിവൃക്ഷത്തിൻ്റെ ഭംഗി പോലെയും അവൻ്റെ വാസന ലെബാനോൻ്റേത് പോലെയും ഇരിക്കും. അവൻ്റെ നിഴലിൽ പാർക്കുന്നവർ വീണ്ടും ധാന്യം വിളയിക്കുകയും മുന്തിരിവള്ളി പോലെ തളിർക്കുകയും ചെയ്യും. അതിൻ്റെ കീർത്തി ലബാനോൻ്റേത് വീഞ്ഞിൻ്റേത് പോലെ ഇരിക്കും. എഫ്രൈമേ, ഇനി എനിക്കും വിഗ്രഹങ്ങൾക്കും തമ്മിലുണ്ട്. ഞാൻ അവന് ഉത്തരം നൽകി അവനെ കടാശിക്കും. ഞാൻ തഴച്ചിരിക്കുന്ന സർവ്വവൃക്ഷം പോലെ ആവുന്നു. എങ്കിൽ നിനക്ക് ഫലം കണ്ടുകിട്ടും. ഇത് ഗ്രഹിപ്പാൻ തക്ക ജ്ഞാനിയാർ, ഇതറിവാൻ തക്ക വിവേകിയാർ. യഹോവയുടെ വഴികൾ ചുവടുള്ളവയല്ലോ. നീതിമാന്മാർ അവയിൽ നടക്കും. അതിക്രമക്കാരോ അവയിൽ ഇടറി വീഴും.